നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് അർജൻറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും സ്റ്റുഡിയോയിലേക്ക്. അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും, എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാം കൺവീനിയൻ്റ് ആണ്. അപ്പം നമുക്കൊരു ഫോട്ടോ അർജൻറ്റായിട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏറ്റവും അടുത്തുള്ള കമ്പനിയിൽ, അതായത് കൺവീനിയൻസ് സ്റ്റോറിലേക്ക് വരും. അപ്പോൾ എനിക്ക് നാളത്തേക്ക് ഒരു ഫോട്ടോ അർജൻറ്റായിട്ട് ആവശ്യമുണ്ടായതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ നേരെ 24 മണിക്കൂറും കമ്പനികളൊക്കെ കൺവീനിയൻസ് സ്റ്റോറൊക്കെ ഇവിടെ ജപ്പാനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെന്താക്കും, ഇവിടുത്തെ 7-Elevenൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോണിലെടുത്ത സാധാ പിക്ചർ നമുക്ക് ഈ ഒരു ATM പോലെയുള്ള മെഷീനിൽ നിന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതും നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ. അപ്പം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈസ് സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ QR കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് എമൗണ്ട് ഇട്ട് കൊടുക്കണം. അപ്പം 250 yen ആണ് അവർ ചോദിക്കുന്നത്. 250 yen എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ, അത് നാട്ടിലെ അതിൻ്റെ നേരെ പകുതി. അങ്ങനെ നമ്മൾ ക്യാഷ് ഇട്ട് കൊടുത്തു, നമ്മൾ നേരെ സ്റ്റാർട്ട് ആക്കി. അപ്പോൾ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട, ഒരു 30 സെക്കൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് ക്യാഷ് എടുക്കുന്ന പോലെ നമുക്ക് താഴെ ATM മെഷീൻ പോലെയുള്ള ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോ കളക്ട് ചെയ്യാൻ പറ്റും. നല്ല HD ക്ലാരിറ്റിയോട് കൂടി നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4 എണ്ണം പ്രിൻറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നേരെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, കംപ്ലീറ്റ് സക്സസ്ഫുള്ളി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആവശ്യം കഴിഞ്ഞു. നേരെ നമ്മൾ റൂമിലേക്ക് പോവാം. ബൈ.